പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സൗഹൃദത്തിൽ കുശുമുകുത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് മെലോണിക്ക് തന്നോട് ആരാധനയാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ച ഒരു ചിത്രം പങ്കുവച്ച് ലോകത്തെ മുഴുവൻ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ്. അതോടൊപ്പം തന്നെ ജോർജിയ മെലോണിയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള തരത്തിൽ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് മെലോണിക്ക് തന്നോട് കടുത്ത ആരാധനയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. നിയന്ത്രിക്കാൻ ഉത്തരവ് വേണ്ടിവരുമെന്ന തലക്കെട്ടോടു കൂടിയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ട്രംപും മെലോണിയും തമ്മിൽ ഇതിനു മുൻപും കൊമ്പ് കോർത്തിട്ടുണ്ട്. G7 ഉച്ചകോടിയിൽ വെച്ച് ഇതിനു മുൻപും ഇതുപോലെ തന്നെ ട്രംപ് ആകട്ടെ മെലോണിയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീണ്ടിട്ടുണ്ട്. 49-കാരിയായ മെലോണി ട്രംപിനെ ചിരിയോടുകൂടി തന്നെ നോക്കി നിൽക്കുന്ന ചിത്രമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രം എഡിറ്റ് ചെയ്തതാണ് എന്നത് വ്യക്തമാണ്. US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഭാര്യ മിഷേൽ ഒബാമയും എൻഫോഴ്സ്മെന്റ് 1 വിമാനത്തിന്റെ വാതിലിൽ നിന്ന് കൈവീശുന്ന ചിത്രത്തിനൊപ്പമാണ് മെലോണിയുടെ തന്റെയും ചിത്രങ്ങൾ ട്രംപ് എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. തുർക്കിയിൽ നടക്കാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് മുൻപായാണ് ട്രംപിന്റെ പുതിയ ഒരു പോസ്റ്റ് അവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഉച്ചകോടിയിൽ വെച്ച് ട്രംപും മെലോണിയും വീണ്ടും കണ്ടുമുട്ടുന്നു എന്ന് ഇവിടെ കരുതുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം ഫ്രാൻസിൽ വെച്ച് കഴിഞ്ഞ മാസം നടന്ന G7 ഉച്ചകോടിക്കിടയിലും ട്രംപും മെലോണിയും തമ്മിൽ വാക്പോരും അധിക്ഷേപങ്ങളും നടന്നിരുന്നു. G7 സമ്മേളനത്തിനിടെ തന്നെ തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോണി കെഞ്ചിയെന്നും സഹതാപം തോന്നി ഒടുവിൽ തന്നെ അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്തെന്നും ട്രംപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഇറ്റലിയിൽ മെലോണിക്ക് ജനപ്രീതി കുറയുന്നുവെന്നും ഒരു ആരോപണം ട്രംപ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങളെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്നും ഈ ഒരു വാദമാകട്ടെ അപ്പാടെ തന്നെ ട്രംപിന്റെ പ്രസ്താവന അപ്പാടെ തള്ളിക്കൊണ്ടായിരുന്നു അല്ലെങ്കിൽ മെലോണി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്നും താനോ അല്ലെങ്കിൽ ഇറ്റലിയോ ഒരിക്കലും ഇവിടെ യാചിക്കാറില്ല എന്നും മെലോണി മറുപടി നൽകിയിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ US ഇറ്റലി ബന്ധം അവിടെ വീണ്ടും ഉലയുന്നതായി കാണുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും ശക്തമായി ഈ ബന്ധം ആടിയുലയുക തന്നെയാണ് ചെയ്യുന്നത്. ട്രംപിന്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രിയടക്കം രംഗത്ത് വന്നിരുന്നു. US സന്ദർശനവും റദ്ദാക്കിയിരുന്നു. അതേപോലെ തന്നെ ഇറ്റാലിയൻ ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കവേ ട്രംപിന്റെ അവകാശവാദങ്ങൾ പുറത്തുവരികയും ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ തന്നെ മെലോണി തന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കെഞ്ചി എന്നതായിരുന്നു ട്രംപിന്റെ അവിടെ പ്രതികരണം വന്നത്. എന്നാൽ എന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കെഞ്ചി, അവൾക്ക് എന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനത് എടുക്കുമായിരുന്നില്ല, പക്ഷേ എനിക്ക് അവളോട് പാവം തോന്നി, അതിനാലാണ് ഫോട്ടോ എടുത്തതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിന്റെ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇങ്ങനെ പറഞ്ഞത്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തന്റെ സഖ്യകക്ഷികളോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ആദ്യത്തെ തവണയുമല്ല എന്നതായിരുന്നു അദ്ദേഹം ഇവിടെ മെലോണി വ്യക്തമാക്കിയത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും US-ന്റെയും ശത്രുക്കളോട് അദ്ദേഹം ഇതേ നിലപാട് കാണിക്കാത്തത് നിരാശാജനകമാണ് എന്നും അവിടുത്തെ നേതാക്കളോട് അദ്ദേഹം കൂടുതൽ മയപ്പെടുത്തിയാണ് പെരുമാറിയതെന്നും ട്രംപ് ഒരു കാര്യം ഓർക്കണമെന്നും താനോ ഇറ്റലിയോ ഒരിക്കൽ പോലും യാചിക്കാറില്ല എന്നും മെലോണി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മെലോണിയെ അപമാനിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.